പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കാഞ്ഞിരത്തുമൂട്ടിലാണ്. അപ്പോൾ ഇന്നലെ സന്ധ്യയോടുകൂടി എനിക്കൊരു കോള് വന്ന് ഒരു ബാങ്കിൻ്റെ കളക്ഷൻ ഏജൻറ്റാണ്, ചേട്ടാ എൻ്റെ പൈസ 3500 രൂപ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാനത് എന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ ഞാൻ ഈ പുള്ളി എന്നെ ചെണ്ടമേളക്കാരനാണ്. അപ്പം അമ്പലത്തിൽ വെച്ചൊക്കെ എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഒന്ന് പോസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ഈ കാര്യം നമ്മുടെ ചാനലിനകത്ത് പോസ്റ്റ് ചെയ്തൊരു 10 മിനിറ്റ് പോലും കഴിഞ്ഞില്ല. അതിനിപ്പുറം തന്നെ എനിക്ക് കാഞ്ഞിരത്തുമൂട്ടി ഇവിടെ പച്ചക്കറി കട നടത്തുന്ന മനോജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പൈസ കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഒരു പുതുപ്പള്ളി കാഞ്ഞിരത്തുമൂട് ഇവിടെ കിടക്കുന്ന ഒരു ഓട്ടോ ഡ്രൈവർക്കാണ് കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ പറഞ്ഞു വളരെ സന്തോഷമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ അദ്ദേഹത്തെ വിളിച്ച് പറയുകയും അദ്ദേഹം വന്ന് പൈസ മേടിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു അദ്ദേഹത്തോട്, എനിക്കൊരു ഫോട്ടോ തരണം, നിങ്ങൾ രണ്ടുപേരും പൈസ കൈമാറുന്നതൊക്കെ നിന്ന്. അത് തിരക്കിനിടെ വിട്ടുപോയെന്ന് അറിയത്തില്ല. എങ്കിലും നമുക്ക് ആ ഓട്ടോ ഡ്രൈവറെ ഒന്ന് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ കാഞ്ഞിരത്തുമൂട്ടിൽ കിടന്ന് ഓട്ടോ ഓടിക്കുന്ന നിബു എന്ന് പറഞ്ഞ ചക്കുളത്തമ്മ എന്നാണ് അദ്ദേഹത്തിൻ്റെ ഓട്ടോയുടെ പേര്. അദ്ദേഹത്തിനാണ് പൈസ കിട്ടിയത്. അപ്പോൾ ഈ കടയിലെ മനോജാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഈ ഇദ്ദേഹത്തിൻ്റെയാണ് വേദവ്യാസം എന്നാണ് ഇദ്ദേഹത്തിൻ്റെ പേര്. ഇദ്ദേഹത്തിൻ്റെ പൈസയാണ് നഷ്ടപ്പെട്ടത്. നിങ്ങളുടെയൊക്കെ എടുക്കുക, ചക്കുളത്തമ്മയെ കാണുക എന്നുള്ളത്. കാരണം പുള്ളിക്കാരൻ ഇന്നലെ ഒരു വലിയൊരു സഹായം ചെയ്തു. അറിഞ്ഞില്ല, നിങ്ങളുടെ ചാനലുള്ളവർ അറിഞ്ഞില്ലേ? അത് ഞാൻ പോസ്റ്റ് ചെയ്ത്. അന്നേരം അദ്ദേഹം കണ്ടിട്ട് ആള് വന്ന് മേടിച്ചു ഇല്ലെന്ന് അറിയത്തില്ല, മേടിച്ച് കാണുമായിരിക്കും. ഇതല്ലേ ചക്കുളത്തമ്മ? ഞാൻ രാവിലെ വരണം നടത്തു. അപ്പം അമ്പലത്തിലെ പരിപാടിയൊക്കെ ആയിട്ട് തിരക്കായി പോയി. ഇതെവിടെ വെച്ചാ പൈസ കിട്ടിയത്? മൈലക്കാട് പ്രസാദിന്റെ അവിടെ ഈ പിടിയോ? ഈ കൊമരങ്കോട് ബെസ്റ്റ് ബേക്കറിയുടെ ബോർമയില്ലേ, അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയില്ലേ, അതിലെ മറ്റേ നമ്മുടെ പ്രസാദില്ലേ നേരത്തെ മനസ്സിലായി, പെയിന്റ് കട ഉണ്ടായിരുന്നു പ്രസാദിന്റെ. പിന്നെ അറിയാം, അവിടെ നേരെ ഓപ്പോസിറ്റ് ആ വഴി സൈഡ് വഴി കിടക്കായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയപ്പോ ലോട്ടറി ആണെന്ന് കരുതി ഞാൻ ഇറങ്ങി നോക്കി. ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ലോട്ടറി അല്ല, 500-ന്റെ ഒരു 3-4 കിടക്കുന്നതുണ്ട്. അതിന്റെ കൂടെ ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു മേടിച്ചിട്ട് അവൻ അവിടെ വാടകയ്ക്ക് താമസിക്കും. ആ വീട്ടിലോട്ട് കൊണ്ടുപോയത് പുള്ളി ഓടിക്കുന്ന പൈസ എടുത്തിട്ട്. ഇന്നത്തെ കാലത്ത് ഇങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന വേറൊരു കാര്യം, ഒരു 10-15 മിനിറ്റ് താമസിച്ചിരുന്നെങ്കിൽ അതാരെങ്കിലും കൊണ്ടുപോയത് കിട്ടുകയും ചെയ്യും. ഞാൻ ആ പുള്ളി എന്നെ വിളിച്ചിങ്ങനെ പോസ്റ്റ് ഇടാമെന്ന് ചോദിച്ചു. ഞാൻ ഇട്ട പുറകെ മനോജ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നമ്മുടെ കമ്പനി ഇവിടെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് അന്നേരം ഇങ്ങനെ ഞാൻ കണ്ടായിരുന്നത്. അന്നേരം ഞാൻ മനോനെ വിളിച്ചിട്ട് പറഞ്ഞു, മനോ 3500 ഇന്നടുത്ത് നമുക്ക് കിട്ടിയായിരുന്നു. അന്നേരം ആ പുള്ളിയും ഇത് കണ്ട് ലൈവ് കണ്ടായിരുന്നു. അന്നേരം ആ പുള്ളി മറ്റേ ആ ചെറുക്കനെ വിളിച്ചു പറഞ്ഞായിരുന്നു. ചെറുക്കൻ പറഞ്ഞു, എന്നോട് വിളിച്ച് പറഞ്ഞു കിട്ടിയത് പൈസ കിട്ടുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്നത്തെ കാലത്ത് പോയതല്ല ഇത്. ഇത്ര 3500 നല്ല 100 രൂപ കിട്ടിയാൽ പോലും ആരും. അതെ പൈസ കൊടുത്തെന്ന് പിന്നെ അതല്ലേ, അതിനുവേണ്ടിയല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. എവിടെയാ താമസിക്കുന്നത്? എവിടെയാ? തച്ചുവന്നല്ല. ഇവിടെ കിടന്ന് ഓടുന്നുണ്ടായിരുന്നു നേരത്തെ തൊട്ടുണ്ടായിരുന്നല്ലേ? ഓട്ടോ തന്നെ ഉണ്ട് അല്ലേ? അത് ശരിയാ. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ ഭാര്യ, പിള്ളേരെവിടെ പഠിക്കുന്നത്? മൂത്ത കൊച്ചു ഡോൺ ബോസ്കോ. ശരിയാ, കൈരളി. അത് ശരിയാ. അപ്പം വളരെ നന്ദി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വന്ന് അഭിനന്ദിക്കാതിരിക്കാൻ പറ്റുമോ അല്ലേ ഇന്നത്തെ കാലത്ത്? പിന്നെ അതെ 10 രൂപ അല്ലെന്ന് ആദ്യം പറഞ്ഞു. പൈസ കിട്ടി, അവര് വന്ന് മേടിച്ചോ? പള്ളി വന്ന് മേടിച്ചോ? എന്നോട് രാവിലെ മേടിക്കുമെന്ന് എന്നോട് പറഞ്ഞായിരുന്നു. മണ്ടാടാണല്ലോ പുള്ളി. ഈ ചിട്ടിയുടെ കളക്ഷൻ ഏജന്റ് ആണേ. അപ്പൊ എല്ലാം കിട്ടുന്ന പൈസ പുള്ളി പോക്കറ്റ് വെക്കുന്ന, പക്ഷെ പേഴ്സിനകത്ത് വെക്കുന്ന, പക്ഷെ പേഴ്സ് വെക്കാതെ വരുമ്പോ അങ്ങനെ പൈസ പോകും. അതെ. നമസ്കാരം. ഇന്നലെ ഒരു ചെറിയ സംഭവം ഉണ്ടായി. സംഭവം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് വഴി കിടന്നൊരു 3500 രൂപ കിട്ടി. അപ്പോൾ ഞാൻ ഈ പുള്ളി ഒരു ബാങ്കിൻ്റെ കളക്ഷൻ ഏജൻ്റായിരുന്നു. അപ്പം പുള്ളിയുടെ പോക്കറ്റിൽ നിന്ന് പോയതാണ്. അപ്പോൾ ഞാൻ അന്നേരം തന്നെ പോസ്റ്റ് ഇട്ടു 3500 രൂപ എന്ന്. ആ സെക്കൻഡുകൾക്കുള്ളിൽ വിളിച്ച് പറഞ്ഞു ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പം പൈസ കിട്ടി തിരിച്ചു കൊടുത്ത ആളെ അഭിനന്ദിക്കാതിരിക്കാൻ പറ്റത്തില്ല. എവിടെ പോയി നിങ്ങളെ? എവിടെ പോയി നിങ്ങള്? ശരി, അപ്പം പരിപാടി നടക്കട്ടെ.
അല്ല മനോജിനോട് പറഞ്ഞേക്കണേ എന്തോ എവിടെ പോയ എന്നാ ശരി